നീറ്റ് യുജി വിവാദത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് പാർലമെന്റ്. സത്യത്തിൽ നീറ്റ് വിവാദം ഈ അടുത്തൊന്നും കെട്ടടങ്ങില്ല എന്ന് സാരം. ബജറ്റ് സെഷന് മുന്നോടിയായി ചേർന്ന പാർലമെന്റിലെ ആദ്യ സമ്മേളനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൊമ്പുകോർക്കലിന് വേദിയായത് കഴിഞ്ഞ ദിവസമാണ്. ചോദ്യോത്തര വേളയിലാണ് രാഹുൽ നീറ്റ് വിഷയം ഉന്നയിച്ചത്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയിലാണെന്നും ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായം മുഴുവൻ ക്രമക്കേട് നിറഞ്ഞതായി മാറിയെന്ന ഭീതിയിലാണ് അവർ. അങ്ങനെയല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാന കാര്യം പോലും വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാത്തിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. നിങ്ങൾ ധനികനാണെങ്കിലും കയ്യിൽ പണമുണ്ടെങ്കിലും പരീക്ഷാ സമ്പ്രദായത്തെ വിലക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അതാണ് തോന്നുന്നതും. വ്യവസ്ഥാപിത പ്രശ്നമാണിത്. ആ നിലയിൽ എല്ലാം വ്യവസ്ഥാപിതമാക്കാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്റെ ആദ്യ ചോദ്യമെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. 7 വർഷമായി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായം പണക്കാർ വില കൊടുത്തു വാങ്ങിയതിന്റെ ഫലം അനുഭവിക്കുന്നത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണെന്നും രാഹുൽ ആരോപിച്ചു. തുടർന്ന് രാഹുൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പറഞ്ഞ് സ്പീക്കർ ഓം ബിർള ഇടപെട്ടു. എല്ലാ പരീക്ഷകളിലും ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഈ പരീക്ഷകൾ വിജയിച്ച വിദ്യാർത്ഥികളുടെ ഭാവിയെയും ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും തകർക്കുമെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകൾ തടയാൻ 2010 UPA സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നുവെങ്കിലും പിന്നീട് സ്വകാര്യ കോളേജുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നുവെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ തിരിച്ചടിച്ചത്. ബില്ല് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 240 മത്സര പരീക്ഷകൾ നടന്നുവെന്നും 5 കോടി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെന്നും നേരത്തെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെയും കോൺഗ്രസ് നേതാവ് മണിക് ടാഗോറിന്റെയും ചോദ്യങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രതികരിച്ചിരുന്നു. 2014 ശേഷം ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടില്ലെന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ ഉയർന്നുവന്ന ക്രമക്കേടുകൾ പട്നയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ളതാണെന്നും ഇതേക്കുറിച്ചുള്ള പരാതികളിൽ CBI അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയും വിഷയം പരിഗണിച്ചുവെന്നും നീറ്റ് പരീക്ഷ മരവിപ്പിക്കില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുകയുണ്ടായി. ഇത്തവണ നീറ്റ് പരീക്ഷയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് SC ST ദരിദ്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഏതായാലും നീറ്റ് വിവാദം പുകയുകയാണ്. ഇതിനൊരു തീരുമാനമാകാതെ രാഹുൽ ഒരടി പിന്നോട്ടില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും രാഹുൽ ഇന്ന് തയ്യാറാണ്.